നമസ്കാരം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മളൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. ചാനലിൻ്റെ പേര് ഗുരുവായൂരപ്പൻ കാർസ് എന്നാണ്. നമ്മൾ കുറേ നാളായിട്ടിപ്പോൾ ഇത് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നാണ് ആ ദിവസം വന്നത്. അപ്പം ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ അത് ഈ ഗുരുവായൂർ മണ്ണിൽ ഇന്നത്തെ ഞായറാഴ്ച നല്ലൊരു ദിവസം ഇന്നത് ആരംഭിക്കുകയാണ്. എൻ്റെ പേര് ശിഷിർ എന്നാണ്. അത് പരിചയപ്പെടുത്താൻ മറന്നു. ഇതെൻ്റെ വൈഫിൻ്റെ പേര് വൃന്ദ എന്നാണ്. എന്നെ അറിയപ്പെടുന്നത് ഇവിടെ നമ്മളെ ഗുരുവായൂരൊക്കെ അപ്പു എന്നാണ്. ഞാൻ ഈ ഫീൽഡ് ഒരു 15 വർഷമായി ചെയ്യുന്നു. 15 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിലെ വണ്ടികൾ ഒരു 10 വർഷത്തോളം ഞാൻ കേരളത്തിലെ വണ്ടികൾ ഇവിടെ തന്നെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 5-6 വർഷം ആയിട്ടേ ഉള്ളൂ പുറമേ നിന്ന് വണ്ടികൾ കൊണ്ടുവന്നിട്ട് സെയിൽ നടത്താൻ. പിന്നെ നമുക്ക് വണ്ടികളോടുള്ളൊരു പ്രിയം ചെറുപ്പം മുതലേ വണ്ടികളോട് ഭയങ്കര പ്രിയമാണ്. അപ്പം അതാണ് ഇന്ന് ഈ ഇതിൽ എത്തി നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് എന്താണോ ആഗ്രഹിച്ചത്, എങ്ങനെയാണോ വന്നത്, അതൊക്കെ വണ്ടി ഫീൽഡാണ്. അതായത് നമ്മൾ എന്താണോ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ വണ്ടി കൊണ്ടാണ്. പിന്നെ വൈഫാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ടാണ്. പേര് വൃന്ദ എന്നാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഹസ്ബൻഡിന്റെ പ്രിയം കാരണം ഞാനും ആ ഒരു പ്രിയത്തിലേക്ക് ഞാൻ കൺവേർട്ടായി. ഇപ്പോൾ വണ്ടികളെ പ്രണയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ വണ്ടികൾ ചെയ്യുന്നത് മെയിനായിട്ട് പുറത്ത് അതർ സ്റ്റേറ്റിലെ വണ്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് ടു പോയിന്റ് ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് ഹസ്ബൻഡ് പറയുന്നതായിരിക്കും കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക. കാരണം വണ്ടികളെ കുറിച്ച് ഞാൻ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ വണ്ടികളിലും നമ്മൾ നമ്മുടെ പ്രിയം അനുസരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ കൈകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഈ ബിസിനസ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് ചിന്തിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ ഏകദേശം ഒരു 2009-10 കാലഘട്ടം മുതലാണ് ഈ 4 വീലറിലേക്ക് വരുന്നത്, അതായത് സെക്കൻഡ് കാറിലേക്ക്. അന്ന് ഞാൻ ഷോറൂമിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതായത് ഈ ഹുണ്ടയുടെ ഷോറൂം അങ്ങനെയുള്ള വണ്ടി. അപ്പോൾ അവിടുന്ന് സെക്കൻഡ് വണ്ടികൾ ഈ സെയിൽ നടത്തും. അന്ന് മാരുതി, അതേപോലെ ഹുണ്ടയുടെ വണ്ടികൾ തന്നെ, പിന്നെ ഷെവർലെറ്റ്, വോൾസ് വാഗൻ അങ്ങനെയുള്ള വണ്ടികളായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ ഒരു 9-10 വർഷത്തോളം ഞാനത് കേരളത്തിൽ ചെയ്തു. പിന്നീട് ആലോചിച്ചപ്പോൾ നമുക്ക് എന്തുകൊണ്ട് പുറത്തുനിന്ന് വണ്ടികൾ കൊണ്ടുവന്നുകൂടാ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ പുറത്തുനിന്നുള്ള വണ്ടികൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങിയത്. കൂടുതലും നമുക്ക് കസ്റ്റമർ ആവശ്യപ്പെടുന്ന പുറത്തുനിന്ന് വണ്ടികളാണ് ഇപ്പം. അപ്പോൾ നമ്മളതാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ചെറിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ മാരുതി മുതൽ നമ്മൾ ഇപ്പോൾ BMW ഈ 5 സീരീസ് വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് ലക്ഷറി വണ്ടികൾ, അതായത് എത്തി. അപ്പം നമ്മളൊരു കസ്റ്റമർ ആവശ്യപ്രകാരം അവർക്ക് പേപ്പർ വർക്ക് ആണെങ്കിലും വണ്ടി ഇവിടെ ഡെലിവറി കൊടുക്കുന്നത് വരെ ആണെങ്കിലും നമ്മളത് എല്ലാം കറക്റ്റായിട്ട് ഒരു കസ്റ്റമർ എടുത്ത് നമ്മൾ ഓൾറെഡി അവിടെ പോയിട്ടാണ് വണ്ടികൾ എടുക്കുന്നത്. ഒരുവിധം സ്റ്റേറ്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി ഇവിടുന്ന് നമുക്കുള്ള കോണ്ടാക്ട് എന്ന് പറയുന്നത്, ഈ പുറത്തുള്ള സ്റ്റേറ്റിലെ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഡീലർമാരുമായിട്ടല്ല നമുക്ക് കോണ്ടാക്ട് ഉള്ളത്. നമുക്ക് കോണ്ടാക്ട് വരുന്നത് അവിടുത്തെ ലോക്കൽസുമായിട്ടാണ് നമുക്ക് കോണ്ടാക്ട് ഉള്ളത്. അപ്പോൾ അവിടെ ഏത് നല്ല വണ്ടികൾ, നമ്മൾ ഒരു എൻക്വയറി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ നല്ലൊരു ആ വണ്ടി എവിടെ ഉണ്ടെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ആ സ്റ്റേറ്റിൽ, അതായത് സ്റ്റേറ്റിലെ ലോക്കൽസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പാർട്ടിയുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ആണ് നമുക്ക് അവിടെ ഏറ്റവും വലിയൊരു സൗഹൃദമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വൈഫ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോവാത്ത സംസ്ഥാനങ്ങളില്ല. നമുക്ക് അവിടെയുള്ള ഒരുപാട് ലോക്കൽസുമായിട്ട് നമുക്ക് ഒരുപാട്, അതായത് RT പരമായിട്ട് എല്ലാ കണക്ഷനുള്ള കുറേ ആൾക്കാരെ അറിയാം. അതുകൊണ്ട് നമുക്ക് പേപ്പർ വർക്ക് ആണെങ്കിലും ബാക്കി കസ്റ്റമർ ആയിട്ടുള്ള ഡീലിംഗ് ആണെങ്കിലും എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇന്നേ വരെ നമുക്ക് അങ്ങനത്തെ ഒരു RC പേര്, അതായത് NOC നമുക്ക് ഇഷ്യൂ ആവാതെയോ അല്ലെങ്കിൽ വല്ല ലോണുള്ള വണ്ടികളോ അങ്ങനെ പെൻഡിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ട്. എല്ലാം നമ്മളൊരു കറക്റ്റ് ഡീലിംഗ് ആണ്. നമുക്കിപ്പോൾ അവിടുന്ന് വണ്ടികൾ കയറി വരികയാണെങ്കിൽ കണ്ടെയ്നർ വഴിയാണ് ചില വണ്ടികൾ കയറി വരിക. പിന്നെ ഞങ്ങൾ തന്നെ ഓടിച്ചു ബൈ റോഡ് വരാറുണ്ട്. നമുക്കിവിടെ വണ്ടി എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് NOC ബൈ ഹാൻഡ് കിട്ടാറുണ്ട്. അതായത് നമ്മള് വണ്ടി അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ അവിടെ പോയി, അവിടെ നിന്ന് ഇവിടെ നമ്മൾ ടോക്കൺ കൊടുക്കുന്നു, അവിടെ പോയി നമ്മൾ കണ്ട്, നമുക്ക് ഓൾറെഡി വീഡിയോ ഇവിടെ എത്തും. അതിന് മുമ്പ് നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് നമ്മളതിനെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഞങ്ങൾ നടത്തും, ഇൻസ്പെക്ഷൻ നടത്തി. പിന്നെ നമ്മളത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തിട്ട് പിന്നെ വരുന്ന പ്രോസസ്സുകളെല്ലാം നമുക്കത് ഭയങ്കര പ്രോപ്പർ ആയിരിക്കണം.
അത് നമ്മൾ ഓൾറെഡി ആ പാർട്ടിയോടും പറയും, അതുപോലെ നമ്മുടെ ഇടനിലക്കാരനായിട്ടുള്ള ആ ഒരു ലോക്കൽ വ്യക്തി, ആ ഒരു സ്റ്റേറ്റിലെ ഒരു ലോക്കൽ വ്യക്തിയോടും നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ നമ്മൾ ആ വണ്ടി ഓടിച്ചു വരികയാണെങ്കിൽ തന്നെ ഓടിച്ചു വരുന്നത് ആ സമയത്ത് ഞങ്ങൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യും, ആ NOC നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ബൈ റോഡ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറെ അധികം പോലീസിന്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ചെക്കിംഗ് കാരണം വെച്ചാൽ ഉണ്ടാവും. ഇപ്പൊ കൂടുതലായിട്ടും വണ്ടികൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പോലീസുകാർക്കും RTO ആൾക്കാർക്ക് അറിയാം നമുക്കിത് സെയിൽ നടത്താനാണ്. അപ്പോൾ ഓൾറെഡി അത് NOC ആണ് ചോദിക്കുക. അപ്പോൾ നമ്മളത് ഇഷ്യൂ ചെയ്ത് അതിന്റെ ഒരു കോപ്പി നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് വണ്ടി ബൈ റോഡ് വരിക. അത് നിർബന്ധമാണ്. എക്സ്പെഷ്യലി ഞങ്ങൾ വൈഫും ഹസ്ബൻഡും കൂടി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളതൊന്ന് സേഫ്റ്റിക്ക് നമ്മളത് ഒന്ന് കരുതി വെക്കണം. കരുതി വെക്കുന്നില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പക്കയായിരിക്കണം. അതേപോലെ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി, അത് ഒരു വണ്ടി എടുക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് പുറത്തുനിന്ന് വണ്ടി എടുക്കുമ്പോൾ ഒരാൾ ആദ്യം അയാൾക്ക് ഒരു ഉറപ്പ് വരുത്തണമെങ്കിൽ ആ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിരിക്കണം, അതുപോലെ വണ്ടിയുടെ ക്വാളിറ്റി. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് പേപ്പർ വർക്ക്, പിന്നെ വിശ്വാസം. അത് വിശ്വാസം എന്ന് പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കുന്നത്. അതിനോട് ഡിപ്പെൻഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയാലേ കസ്റ്റമർക്കും നമ്മളോടൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ. അതാണ്. ഇത്ര നേരം നമ്മൾ വീഡിയോ കണ്ടു, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് കേട്ടു, ഞങ്ങൾ പറയാനുള്ളതൊക്കെ ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടില് ഒരു ചുള്ളൻ കിടക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും വേണമെന്ന് ആഗ്രഹിച്ചു വാങ്ങിച്ചൊരു വണ്ടിയാണ് ബാക്കിൽ എടുക്കുന്നത്. അതായത് ആഡംബരത്തിന്റെ വേറൊരു പര്യായം എന്ന് പറയാം. അതേപോലത്തെ ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ ആ വണ്ടി തന്നെയാണ് BMW. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇത്ര നേരം നിങ്ങൾ ഞങ്ങളെ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് വണ്ടിയായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതിനേക്കാളും ബെറ്റർ എന്റെ ഹസ്ബൻഡ് ആയിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ വൈഫ്, നമ്മളെ കൂടെ ഒരു ചുള്ളൻ കുറെ നേരമായിട്ട് ഉണ്ടെന്ന്. ആ ചുള്ളനാണ് നിങ്ങൾ ഈ കാണുന്ന BMW 520D ലക്ഷറി ലൈൻ. ഈ ചുള്ളൻ എന്ന് പറഞ്ഞാൽ ചുള്ളനെ പറയാനാണെങ്കിൽ വാക്കുകളില്ല. കാരണം വെച്ചാൽ ഇത് 2015 മോഡല് ലക്ഷറി ലൈനാണ്. ഡൽഹി രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇപ്പോൾ കേരളത്തിലോട്ട് NOC എടുത്തു. NOC എൻ്റെ പേരിൽ തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 28,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് മുഴുവൻ ഷോറൂം സർവീസാണ്. BMW ഷോറൂം സർവീസ്. ഒരു റീപ്ലേസ്മെൻറ്റോ ഒരു റീപെയിൻറ്റോ ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾക്ക് വണ്ടി വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും എങ്ങനെയുണ്ട് എന്നുള്ളത്, വണ്ടിയുടെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ആഡംബരത്തിൻ്റെ ഒരു അവസാന വാക്ക് എന്നൊക്കെ പറയാം. ഒരു എന്താ പറയുക, BMW 520D ലക്ഷറി നമ്മളെ ഡ്രൈവേഴ്സ് കാറാണ്. എല്ലാവർക്കും, അതായത് ചുള്ളന്മാർക്കാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, എനിക്ക് തെറ്റാണോന്ന് അറിയില്ല, കാറോളികൾ എന്ന് പറയും, അവർക്കൊക്കെ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്ന BMW 520D 5 സീരീസ് വണ്ടി. അപ്പൊ ഇനി ചുള്ളന്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. അതിനൊരു കാരണമുണ്ട്. കാരണം ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ നമ്മുടെ വണ്ടി, ഈ ഒരു ചാനൽ എന്തുകൊണ്ട് വണ്ടിയുടേത് നമ്മൾ തുടങ്ങാൻ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഈ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് തുടങ്ങിയ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് വീഡിയോ എന്ന് പറയുന്നത് എടുക്കാനുള്ള ഒരു ഐഡിയ വന്നത് ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് അങ്ങനെയാണ്. നമ്മുടെ വണ്ടികൾ കൂടുതലായി ആളുകളിലേക്ക് എത്തിക്കാം, നമ്മുടെ സർവീസ് എന്താണെന്നുള്ള ആളുകൾ മനസ്സിലാക്കാം, നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഗുരുവായൂരപ്പൻ കാജ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുന്നവരായാലും ഇനി കാണാൻ പോകുന്നവരോടും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്: പേപ്പർ ക്ലിയറൻസ്, അതേപോലെ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി. ഇത് രണ്ടുമാണ് നമ്മൾ അഷ്വർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് അഷ്വർ എന്ന് പറയുന്നില്ല, ദിസ് ഈസ് ദ റീസൺ വി ആർ സ്റ്റാർട്ടിങ് ദിസ് ചാനൽ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പരിഹരിക്കും. അപ്പൊ അതിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പൊ എല്ലാവരും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി ചുള്ളന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഫുൾ വീഡിയോ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടുത്ത് നമ്മളെ യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.